നമസ്കാരം. ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു അധ്യായമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യൻ ഇലക്ഷൻ സംവിധാനങ്ങളെ ശുദ്ധീകരിച്ച മനുഷ്യനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന TN ശേഷനെ കുറിച്ചാണ്. ശേഷൻ ചുമതലയിൽ വന്ന ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്ന് വർഷങ്ങളോളം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് പാർട്ടിക്ക് ശക്തി ക്ഷയിച്ച് ഇല്ലാതാവേണ്ടി വന്നു എന്നതാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? TN ശേഷന്റെ വരവിന് മുൻപ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പുകൾ എങ്ങനെയായിരുന്നു എന്ന് പരിശോധിച്ചാൽ ഞെട്ടിക്കുന്ന ചിത്രമാണ് നമുക്ക് ലഭിക്കുക. അഴിമതിയുടെയും ഇലക്ഷനിലെ കള്ളത്തരങ്ങളുടെയും കൂത്തരങ്ങായിരുന്നു ഒരു കാലത്ത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പുകൾ. ബൂത്ത് പിടുത്തം, കള്ളവോട്ട്, പണത്തിന്റെയും മദ്യത്തിന്റെയും സ്വാധീനം എന്നിവയൊക്കെ സർവ്വസാധാരണമായിരുന്നു. വോട്ടർ ID കാർഡില്ല, മാതൃകാ പെരുമാറ്റച്ചട്ടം ആരും ഗൗനിക്കാനില്ല. ഇലക്ഷൻ നിയമങ്ങൾ എന്നത് ഭരണം കൈയാളിയ കോൺഗ്രസ് പാർട്ടിക്ക് തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി എഴുതാൻ സാധിക്കുന്ന ഒന്നായി മാറി. ഇവരുടെ ഗവർണർമാരും പ്രധാനമന്ത്രിമാരായിരുന്ന ഇന്ദിരയും രാജീവും സഞ്ജയും ഒക്കെ ചേർന്ന് ഇലക്ഷനെ സ്വന്തം വീട്ടുകാര്യമാക്കി. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ പോലും അവർ ചോദ്യം ചെയ്തു. ഈ ഇരുണ്ട പശ്ചാത്തലത്തിലേക്കാണ് TN ശേഷന്റെ കടന്നുവരവ്. ഒരു ഉദ്യോഗസ്ഥൻ, എന്നാൽ ഒരാൾക്ക് സംവിധാനത്തെ എങ്ങനെ അടിമുടി മാറ്റിമറിക്കാൻ സാധിക്കുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തൊരു വ്യക്തി. ശേഷൻ ചെയ്ത ഏറ്റവും വലിയ കാര്യം ആരും അറിയാതെ കിടന്ന ഭരണഘടനയുടെ ശക്തിദുർഗമായ ആർട്ടിക്കിൾ 324 കണ്ടെടുത്തു എന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഈ വകുപ്പ് തിരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടം, നിയന്ത്രണം, നടത്തിപ്പ് എന്നിവയ്ക്കുള്ള സർവാധികാരം ഇലക്ഷൻ കമ്മീഷന് നൽകുന്നു. ശേഷൻ ഈ അധികാരം പ്രയോഗിച്ചു. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചു. 1. വോട്ടർമാർക്ക് ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് നിർബന്ധമാക്കി. 2. നാമമാത്രമായിരുന്ന മാതൃകാ പെരുമാറ്റച്ചട്ടം ശക്തമായി നടപ്പിലാക്കി. 3. തിരഞ്ഞെടുപ്പിൽ ക്രമസമാധാന പാലനത്തിനായി കേന്ദ്രസേനയെ ഇറക്കി ഇലക്ഷൻ നിയന്ത്രിച്ചു. ഇതോടെ തങ്ങളുടെ പരമ്പരാഗത തന്ത്രങ്ങളായ ബൂത്ത് പിടുത്തവും കള്ളവോട്ട് ചെയ്യലും പണാധിപത്യം ഒറ്റയടിക്ക് ഇല്ലാതായി. ഇലക്ഷൻ എന്നത് ഒരു തമാശയല്ലാതായി. അത് ഗൗരവമായ ഒരു ഭരണഘടനാപരമായ പ്രക്രിയയായി മാറി. സ്വാഭാവികമായും കോൺഗ്രസ് പാർട്ടിക്ക് ഇത് വലിയ തലവേദനയായി. ശേഷൻ കൊണ്ടുവന്ന നിബന്ധനകൾ അന്നത്തെ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. പക്ഷെ അദ്ദേഹത്തെ പുറത്താക്കുക എളുപ്പമായിരുന്നില്ല. സുപ്രീം കോടതി ജഡ്ജിക്ക് തുല്യമായ പദവിയുള്ള ഒരു ഇലക്ഷൻ കമ്മീഷണറെ പുറത്താക്കാൻ സർക്കാരിന് നേരിട്ട് കഴിയില്ല. ഇംപീച്ച്മെന്റ് നടത്താൻ ശ്രമിച്ചാൽ അതിനുള്ള 2/3 ഭൂരിപക്ഷവും അന്നത്തെ സർക്കാരിന് പാർലമെന്റിൽ ഉണ്ടായിരുന്നില്ല. ശേഷന്റെ ഈ ശുദ്ധീകരണം എങ്ങനെ തടയും? അങ്ങനെയാണ് 1993 ഒക്ടോബർ 1 ഇന്ത്യ പുതിയൊരു ഓർഡിനൻസ് കേൾക്കുന്നത്. അന്നത്തെ പ്രസിഡന്റ് ശങ്കർ ദയാൽ ശർമ്മ പുറത്തുവിട്ട ആ ഓർഡിനൻസ് ശേഷന്റെ അധികാരത്തെ വെട്ടിച്ചുരുക്കാനുള്ള തന്ത്രമായിരുന്നു. ആ ഓർഡിനൻസ് പ്രകാരം ഇലക്ഷൻ കമ്മീഷനിൽ 2 കമ്മീഷണർമാർ കൂടി വന്നു. ഇതോടെ പ്രധാനപ്പെട്ട എല്ലാ തീരുമാനങ്ങളും എടുക്കാൻ ഭൂരിപക്ഷ തീരുമാനം വേണം എന്നായി നിയമം. അതായത് ശേഷൻ എന്തു പറഞ്ഞാലും ബാക്കിയുള്ള 2 കമ്മീഷണർമാർക്ക് ചേർന്ന് അത് വെട്ടാം. ശേഷന്റെ അധികാരം ഫലത്തിലില്ലാതായി. കോൺഗ്രസ് നിയമിച്ച ആ കമ്മീഷണർമാരിൽ ഒരാളായിരുന്നു MS ഗിൽ. ശേഷന്റെ കാലാവധി കഴിഞ്ഞപ്പോൾ ഗിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുമായി. പിന്നീട് ഗില്ലിന് എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ? ഇലക്ഷൻ കമ്മീഷനിലെ കാലാവധി കഴിഞ്ഞ് അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നു. അവരുടെ MP ആയി. പിന്നീട് മൻമോഹൻ സിംഗ് സർക്കാരിൽ മന്ത്രിയുമായി. ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ തലപ്പത്തിരുന്ന വ്യക്തി തന്റെ ഔദ്യോഗിക പദവി കഴിഞ്ഞ ഉടൻ തന്നെ നിയമിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകുന്നു. ഇലക്ഷൻ കമ്മീഷണറായിരിക്കെ അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ എത്രത്തോളം നിഷ്പക്ഷമായിരുന്നു എന്ന ചോദ്യം ഇവിടെ ഉയരുന്നു. ഇനി കോൺഗ്രസ് നിയമിച്ച അടുത്ത ഇലക്ഷൻ കമ്മീഷണറിലേക്ക് വരാം. നവീൻ ചൗള. ആരായിരുന്നു ഇദ്ദേഹം? അടിയന്തരാവസ്ഥാ കാലത്ത് കോൺഗ്രസിന് വേണ്ടി ചെയ്ത സേവനങ്ങൾ കാരണം തുടർന്ന് സർവീസിൽ തുടരാൻ ഫിറ്റ് അല്ല എന്ന് ഷാ കമ്മീഷൻ വിധി എഴുതിയാൽ. കൂടാതെ കോൺഗ്രസ് ഫണ്ട് ഉപയോഗിച്ച് ചൗളയുടെ കുടുംബം ഒരു ട്രസ്റ്റ് നടത്തിയിരുന്നു എന്ന ആരോപണവും നിലനിന്നിരുന്നു. ചൗളയ്ക്കെതിരെ പ്രതിപക്ഷം 250 MP-മാരെ കൊണ്ട് ഒപ്പിടിച്ച അന്നത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഗോപാലസ്വാമിക്ക് നിവേദനം നൽകി. ഗോപാലസ്വാമി നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കണ്ടെത്തിയത്. ഇലക്ഷൻ കമ്മീഷനിലെ സുപ്രധാന വിവരങ്ങൾ കോൺഗ്രസിന് ചോർത്തി നൽകി എന്നതായിരുന്നു ഒരു പ്രധാന കണ്ടെത്തൽ. നവീൻ ചൗളയുടെ മുൻ പ്രവർത്തികളും
കമ്മീഷനിലെ പ്രവൃത്തികളും ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തെ പുറത്താക്കാൻ ഗോപാലസ്വാമി പ്രസിഡന്റിന് ശുപാർശ നൽകി. പക്ഷേ ചൗളയുടെ മുതലാളി സമ്മതിക്കുമോ? ഇല്ല. അന്നത്തെ സർക്കാർ ആ ശുപാർശ 8 മടക്കിക്കളയാൻ പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് അങ്ങനെ ചെയ്തു എന്ന് മാത്രമല്ല, കോൺഗ്രസിന്റെ ആ അലക്കുകാരൻ അടുത്ത ടേമിൽ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുമായി. ഇതാണ് 2014 വരെയുള്ള ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷണർമാരുമായി ബന്ധപ്പെട്ട ചില ഇരുണ്ട ചരിത്രം. ഇന്ന് രാഹുൽ ഗാന്ധി ഓരോ തവണയും ഇലക്ഷൻ കമ്മീഷണറെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, അദ്ദേഹം അത് പറയുന്നത് തൻ്റെ മുൻധാരണയുടെയും ബോധ്യത്തിൻ്റെയും പുറത്താണ്. അദ്ദേഹത്തിന് അറിയാവുന്നത് തൻ്റെ അടുക്കളപ്പുറത്ത് വന്നു നിന്ന ചൗളയെയും ഗില്ലിനെയും പോലെയുള്ളവരെയാണ്. പക്ഷെ 18ഉം 25ഉം മാത്രം പ്രായമുള്ള യുവപൗരന്മാരെ, നിങ്ങളിതറിയണം. നിങ്ങളുടെ വോട്ടിൻ്റെ മൂല്യം ഉറപ്പാക്കാൻ ഒരു കാലത്ത് TN ശേഷനെ പോലുള്ളവർ ഒറ്റയ്ക്ക് പോരാടി. ആ പോരാട്ടത്തെ മറികടക്കാൻ ഭരണകൂടം സ്വീകരിച്ച വഴികൾ എത്രത്തോളം അധാർമികമായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും ഈ ചരിത്രം അത്ര ഇരുണ്ടതാണ്. ശേഷന്റെ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് ശേഷം രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കളിക്കാൻ സാധിക്കാതെ വന്നതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവരുടെ പതനത്തിന് ഒരു പ്രധാന കാരണം. ഇന്ത്യൻ ജനാധിപത്യം വിജയിക്കണമെങ്കിൽ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്ത ഈ ചരിത്രത്തെ നിങ്ങൾ ഓർക്കുക, ചോദ്യം ചെയ്യുക. ന്യൂസ് ഡെസ്ക് IBN മലയാളം.